പിന്നെ ആയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു 7 കഴിഞ്ഞ് 8 ആയ സമയത്ത് പിന്നെ ഞാൻ 7ാം ക്ലാസ് തന്നെ 7ാം ക്ലാസ്സിൽ 2ാമത്തെ വർഷം ചെന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ വർഷം തോറ്റു 2ാമത്തെ വർഷം പോകുന്ന സമയത്ത് പരീക്ഷ ഒന്നും എഴുതാറില്ല. ഞാൻ പരീക്ഷ എഴുതാതെ എന്നെ പേര് വെട്ടും എന്ന് മാമൻ ആരെങ്കിലും പറഞ്ഞയക്കുമ്പോൾ ഞാൻ 2-3 ദിവസം പോകും, വീണ്ടും പഴയപടിയാവും, വീണ്ടും പേര് വെട്ടുമെന്ന് പറയുമ്പോൾ 2-3 ദിവസം പോകും. അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതാതെ ഒരു വർഷം ഫുൾ അവിടെ ഇരുന്നു. അടുത്ത വർഷം അത് തന്നെ ആവർത്തി. പിന്നെ എങ്ങനെയെങ്കിലും എന്നെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതുകൊണ്ട് പുള്ളി അടുത്ത വർഷം എന്നെ ജയിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ 7ാം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് പിന്നെ സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടിയപ്പോൾ നീർക്കോലിയെ കിട്ടാറുണ്ട്, ചേരയെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ച് ഒന്നുകിൽ സഞ്ചിയിലിട്ടിട്ട് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഓലയുടെ തെങ്ങിൻ്റെ ഓല അതിൻ്റെ ഇലക്ക് എടുത്ത് കുരുക്കുണ്ടാക്കി കുരുക്കിൽ പിടിച്ച് സഞ്ചിയിലിട്ടുകൊണ്ട് പോയിട്ട് സ്കൂളിലെ കുട്ടികളെ കൊണ്ട് കാണിക്കുക, അവരെടുത്തുകൊണ്ട് ഇടുക. അപ്പോൾ ഇങ്ങനെ പരാതിയായപ്പോൾ മാമ പിന്നെ എന്നെ അവിടെ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി, അങ്ങനെ എന്നെ അടുത്ത സ്ഥലത്തേക്ക് തള്ളിവിടുന്നത്. 2ാമത്തെ എൻ്റെ ജൈത്രയാത്ര എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കുമാരപുരത്തിനടുത്ത് മെഡിക്കൽ കോളേജ് ഹൈസ്കൂൾ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് സഞ്ചരിക്കാനും എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് നടക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കിട്ടി. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അടുത്തുണ്ട് കുമാരപുരം എന്ന സ്ഥലം. ഞാനിവിടെ നിന്ന് അന്ന് എനിക്ക് ബസ്സിൽ കൺസെഷൻ ഉണ്ട്, എടുത്താലും ഞാനത് ഉപയോഗിക്കാറില്ല. ഞാൻ നടന്ന്, അതായത് എൻ്റെ വീട്ടിൻ്റെ പുറകിൽ കൂടി ബാബുജി നഗർ വഴി പ്രശാന്ത് നഗർ കയറി അവിടുന്ന് കൊച്ചുള്ളൂർ കയറി ഉള്ളൂർ കയറി അവിടുന്ന് മെഡിക്കൽ കോളേജ് എല്ലാം വയൽ വഴിയാണ്, മഞ്ചാടി വഴി നേരെ മെഡിക്കൽ കോളേജ് കയറുന്നത്. അപ്പോൾ ഇതെല്ലാം പാടവരമ്പുകളാണ്. അപ്പോൾ ഇതിൽ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോവും, എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം കാണും, ഞാൻ അവിടെ നിൽക്കും. അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് മീൻ പിടയ്ക്കും. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഈ പാത്രം കൊണ്ട് എനിക്ക് അന്നും നമുക്ക് കഞ്ഞിയാണ്, വഞ്ചിപ്പൂർ കഞ്ഞി അങ്ങനെ എന്തോ. അതായത് വഞ്ചിപ്പൂർ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട നമ്മുടെ അനാഥ മന്ദിരമുണ്ട് സർക്കാരിൻ്റെ, നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ കഞ്ഞി വെക്കുന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 11:30-12 മണിയാകുമ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്ന് നമുക്കിവിടെ ഇറക്കിത്തരും. അപ്പോൾ അത് കുടിക്കാണ്ട് ഞാനൊന്ന് പാത്രം കൊണ്ടുവരും. ആ പാത്രത്തിൽ ചെറുപ്പത്തിൽ ചെയ്തതുപോലെ തന്നെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും ദാരിദ്ര്യം ഒരിക്കലും മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തോന്നി എന്തായാലും ഞാൻ കുറച്ചുകൂടി എനിക്കൊന്ന് ആരോഗ്യമായി. അപ്പോൾ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ജോലിക്ക് സമയം കുറച്ച് കൂട്ടി, പിന്നെ സ്കൂളിൽ പോക്ക് കുറച്ച്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആയപ്പോൾ എനിക്ക് കൂടുതൽ സമയം ജോലിക്കായിട്ട് പോയ സമയത്ത് എനിക്ക് വീട്ടിലെ ദാരിദ്ര്യം ഒരല്പം ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് പൈവുണ്ടെങ്കിലും പൈവിൻ്റെ പാല് വിറ്റ് ജീവിക്കുന്ന പശുവിന് തീറ്റി കൊടുക്കാനും മറ്റ് അത്യാവശ്യ ചിലവുകളും മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ആയ സമയത്ത് പൂർണ്ണമായിട്ട് ആദ്യത്തെ ഒരു 8ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് ഒരു വർഷം 10 ദിവസമേ പോയുള്ളൂ. 10 ദിവസം പോയിട്ട് പിന്നെ ഞാൻ പൂർണ്ണമായിട്ടങ്ങ് ജോലിക്ക് പോയി. അപ്പോൾ എൻ്റെ സാഹചര്യവും വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു. അടുത്ത വർഷം ഞാൻ വീണ്ടും ആ സ്കൂളിൽ ചേരുന്നു. അപ്പോഴും കിട്ടുന്ന പാമ്പുകളെയൊക്കെ പിടിച്ച് പാമ്പുകളെന്ന് വെച്ചാൽ നമ്മുടെ ചേര, നീർക്കോലി, ചുവർ പാമ്പ്, ഇപ്പോഴാണ് നല്ല കാട്ടുപാമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ 2ാമത്തെ വർഷം ചേരുമ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഞാൻ പറയുന്നില്ല, ഒരു 150-200 മീറ്റർ താഴെ എൻ്റെ അന്നൊരു നടവഴി മാത്രം, അന്നൊരു കുരിശുണ്ട്, നമ്മുടെ കുരിശ്, ഒരു ചെറിയ കുരിശ് എൻ്റെ വീടിൻ്റെ പിന്നിൽ. ആ അതിൽ കൂടി താപ്പോട്ട് 150 മീറ്റർ താഴേക്ക് ചെല്ലുമ്പോൾ ചാണ്ടി അമ്മ എന്നൊരു അമ്മയുണ്ട്, ചാണ്ടി അമ്മ. അമ്മയൊക്കെ മരണപ്പെട്ട് ഒരുപാട് വർഷമായി. ആ അമ്മ അവിടുത്തെ വലിയൊരു നായർ ഫാമിലിയിൽപ്പെട്ടാണ്. പക്ഷേ വീട് കൊച്ചു വീടാണ്, വലിയ വീടാണ്. ബാക്കിയുള്ള ബന്ധുക്കൾക്കൊക്കെ വലിയ വീടാണ്, ഇവരുടെ വീട് മാത്രം ചെറിയ വീട്. അപ്പോൾ ഒരു വലിയ ഫാമിലി. അപ്പോൾ ഈ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാതായപ്പോൾ ഈ അമ്മയുടെ മക്കൾ ഉള്ളൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 2 വർഷത്തോളം ഈ കൊച്ചു വീട് അടഞ്ഞു കിടന്നു. അപ്പോൾ അമ്മയുടെ വീട് അന്ന് അറിയാമല്ലോ നമുക്ക് കിണറാണ്. അപ്പോൾ ആ കിണറ്റിൽ ഉപയോഗശൂന്യമായി കണ്ടായപ്പോൾ ഏതോ ഒരു പാമ്പതിഥി ഇണ ചേർന്നതിന് ശേഷം ഇതിനകത്തുനിന്ന് പെട്ടിട്ട് അദ്ദേഹം കുറച്ച് കഷ്ടപ്പെട്ട്, പഴയ കിണറല്ലേ, കുറച്ച് കഷ്ടപ്പെട്ട് ആ മണ്ണിൻ്റെ താഴെ ഒരു മാളത്തിനകത്ത് കയറി അവിടെ നിന്ന് മുട്ടയിട്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം, സുഹൃത്തല്ല അദ്ദേഹത്തിന് പ്രായം കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ആളുകളെല്ലാം ഇത് കണ്ടു, എല്ലാവരും കൂടി വിളിച്ചു. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ചൊരു ആദ്യത്തെ ഒരു പ്രയാണം അതായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ ഇങ്ങനെ പാമ്പിനെ കുഞ്ഞുങ്ങളെ കണ്ടെന്ന് പറയുന്നു. ഞാൻ കിണറ്റിലിറങ്ങുന്നു. എനിക്കന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ 2ാം വർഷം, അപ്പോൾ 7 2 കഴിഞ്ഞിട്ടാണ് 8ലേക്ക് പോകുന്നത്. 8 2ാം വർഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7 12 ഒരു 15 വയസ്സിനടുത്ത് പ്രായം വരും. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കയറെടുത്ത് കിണറ്റിലേക്ക് ഇറങ്ങുന്നു. ഞാൻ താപ്പോട്ട് മേളിൽ നിന്ന് നോക്കിയപ്പോൾ ചെറിയ മാളങ്ങളിൽ നിന്ന് പഴ ഹോളിനകത്ത് നിന്ന് ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ തലയിടുന്നു, കുഞ്ഞു അതികൾ തലയിടും. അങ്ങനെ ഞാൻ അതിനകത്ത് ഇറങ്ങി ആ മാളം, അന്ന് എനിക്ക് പാരയല്ല, അന്ന് പിക്കാസ് ഉപയോഗിച്ച് ആ മാളം വലുതാക്കി
20 കുഞ്ഞൻ അതിഥിയും തള്ള. പക്ഷേ തള്ള അതിഥി വെള്ളത്തിൽ വീണപ്പോൾ അവർ കല്ലിട്ട് കൊന്നായിരുന്നു, വെളിയിൽ നിന്ന് കല്ലിട്ട് കൊന്നായിരുന്നു. അങ്ങനെ അതിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ട് 20 അതിഥി എന്ന് പറയുമ്പോൾ ചേരയായിരുന്നു, അത് മൂർക്കല ചേരയായിരുന്നു. അതിനെ കരയിലേക്കിട്ട് വലുതിനെ അവർ തല്ലിക്കൊന്നു. അങ്ങനെ ഒരു പ്രയാണം തുടങ്ങി. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ആണ് പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ജോർജ് തോമസ് എന്ന് പറഞ്ഞ സാറുണ്ട്, ഡോക്ടറാണ്. അദ്ദേഹം ഫിസിയോതെറാപ്പിയാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിലായിരുന്നു, റിട്ടയർഡ്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ലീവ് എടുത്ത് കുറേ വർഷം കാനഡയിലോ അങ്ങനെ അവിടെ ജോലിയായിരുന്നു. അദ്ദേഹം വൈഫൊക്കെ അവിടെയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് അന്ന് 8.5 ലക്ഷം രൂപയ്ക്കാണെന്നുണ്ട് അദ്ദേഹം 3.5 ഏക്കർ സ്ഥലം വാങ്ങി. 3.5 ഏക്കർ സ്ഥലം വാങ്ങി അതിൻ്റെ കോമ്പൗണ്ടൊക്കെ കെട്ടി പുള്ളി പശു ഫാം തുടങ്ങി. പശു ഫാം തുടങ്ങിയ സമയത്താണ് അതിനകത്ത് രാത്രിയിൽ ഒരു പാമ്പ്, പുള്ളി അവിടെ ഇഷ്ടംപോലെ പാമ്പതിഥിയുള്ള സ്ഥലമാണ്. അപ്പോൾ 4 ചുറ്റും പാമ്പുണ്ട്, ഇത്രയും പശുവുണ്ട്. അപ്പോൾ തൊഴുത്തിനകത്ത് പുല്ലിടുന്ന പുൽക്കൂട്ടിനടുത്ത് അകത്ത് വന്ന് ഇദ്ദേഹം പത്തി കൊടുത്തു. അപ്പോൾ പുള്ളി പേടിച്ചു. പുള്ളി അന്ന് 2 ജോലിക്കാരുണ്ട്, രണ്ടുപേരും തമിഴന്മാർ. അവരിതിനെ കൊല്ലത്തുമില്ല, തമിഴ്നാട്ടുകാരാണ്. ഉടനെ പുള്ളി ഓടി നടക്കേണ്ടത് അമ്മനെ തല്ലിക്കൊല്ലണം. സത്യം പറഞ്ഞാൽ ഞാനന്ന് പിടിക്കുകയല്ല ചെയ്തത്, തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. തല്ലിക്കൊന്ന് എനിക്ക് പാവം തോന്നി തല്ലി. എനിക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛനുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, തൊട്ടടുത്ത ഒരു കടയുണ്ട്. എൻ്റെ അമ്മയുടെ മാമൻ്റെ കടയാണ്, ചെല്ലപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരാരും പോയില്ല, അവിടെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചല്ല, പുള്ളി പറയുന്നിട്ട് എനിക്ക് എന്തോ ഒരു വീരസാഹസ്യമായിട്ട് തോന്നിയത്. ഞാൻ ഓടിച്ചെന്ന് പുൽക്കൂടിൻ്റെ പുറത്ത് കയറി നിന്ന് ഒരു കമ്പെടുത്ത്, ഒരു മടലാണ് എനിക്ക് വന്ന് തെങ്ങിൻ്റെ മടലെടുത്ത് 2 തല്ല് എൻ്റെ തലയ്ക്ക് തന്നെ തല്ലി. എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇത്രയും കനം വരും. അത് തല്ലിക്കൊന്നു എന്നിട്ട് ഞാനിങ്ങി പോന്നു. എന്നെന്തോ ചെയ്ത സംഭവത്തിന് കൈയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളെ സലീം ഖാൻ സാറ് ഏതോ സിനിമയിൽ നടന്നു പോകുമ്പോൾ മമ്മൂട്ടി സാറ് പറയും, മമ്മൂട്ടി സാറിൻ്റെ അവിടെ ഇങ്ങനെ നീ ഇന്ന് ചാണകത്തി ചവിട്ടി നടന്നു, അതുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്താണെങ്കിൽ നടന്നു വന്നു. പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരൻ എന്നെ തിരക്കി വന്നിട്ട് അന്നത്തെ എനിക്കൊന്ന് അന്ന് മറ്റേ നമ്മുടെ കല്യാണത്തിനൊക്കെ പൈസ കൊടുക്കുന്ന കൈക്കൂലി കവർ അതിലിട്ട് എനിക്ക് ഒരു മടക്കി എൻ്റെ കൊണ്ട് എനിക്ക് സന്തോഷം. അന്ന് എനിക്ക് ഞാൻ കൊച്ചു പയ്യനാണ്, കൊച്ചു ചെറുപ്പക്കാരനാണ്. അപ്പോൾ കൊച്ചു പയ്യനാണ്. അപ്പോൾ എൻ്റെ കൊണ്ട് ഇങ്ങനെ ഒരു പേപ്പർ മടക്കി ഇങ്ങനെയുണ്ട്, ഇതിരിക്കട്ടെ ബാബ. എന്നെ ബാബ എന്നാണ് വിളിക്കുന്നത്, ബാബയെന്നല്ല ബാബ എന്നാണ് സാറ് വിളിക്കുന്നത്. കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ നോക്കി, എൻ്റെ വീടിൻ്റെ അമ്മയും അച്ഛനൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് അത് എന്ത് കിട്ടിയാലോ സന്തോഷമാണ്. ഞാനത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 100 രൂപ അതിനകത്ത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു 100 രൂപ ഒരുമിച്ച്, അതൊക്കെ ഞാൻ മെസ്സി പണിക്കുമ്പോൾ എനിക്ക് 23 രൂപയ്ക്കുള്ളൂ, കൈയാൾ പണിക്കുമ്പോൾ 100 രൂപ ഒരാളുണ്ടെങ്കിൽ ഒരു പാമ്പിനെ കൊന്നതിന്. അപ്പോൾ എനിക്ക് തോന്നി ഈ 100 രൂപ കൊണ്ട് തരണമെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവം, ഈ പാമ്പ് എന്തൊരു വലിയ സംഭവമാണല്ലോ തോന്നി. പിന്നെയാണ് ഞാൻ ഇതിനെ പഠിക്കാനായി ശ്രമിച്ചത് എൻ്റെ ചെറുപ്പം മുതൽ. അതിന് മുന്നേ ഈ ചെറുപ്പം മുതൽ ഈ പാമ്പിനെ പഠിക്കുന്നതിന് മുന്നേ വേറെ ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾ 4 പേരും തമ്മിൽ അടിയാണ്, ഞാനും എൻ്റെ ചേട്ടന്മാരും അനിയത്തി. എന്തിനാണെന്ന് ഒരു വർഷത്തിലൊരു ദിവസം, ഒരിക്കലും മറക്കാത്തൊരു ദിവസം എന്താണെന്നറിയാമോ? ഏപ്രിൽ മാസത്തിൽ വരുന്നൊരു ദിവസം, വിഷു 1-ാം തീയതി. ഞങ്ങൾ തൊട്ട് താഴത്തെ ഞങ്ങളെല്ലാം രാവിലെ എണീറ്റ് ഞങ്ങൾ മേളിലാണ്. ഞങ്ങൾ നോക്കും താഴത്തെ പ്രതാപൻ മാമൻ എണീറ്റ്, പ്രതാപൻ സാറെന്നാണ് നമ്മൾ അങ്ങുന്നതെന്നാണ് വിളിക്കുന്നത്. അന്ന് അവരെയൊക്കെ നമ്മൾ അങ്ങുന്നതെന്നാണ്, അന്ന് സാറ് വിളിയൊന്നുമില്ല, അങ്ങുന്നതെന്നാണ് വിളിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് വിളിക്കുന്നത്, അശോകൻ അങ്ങുന്ന്, അതായത് പ്രതാപൻ അങ്ങുന്ന്, അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് എല്ലാവരെയും. അപ്പോൾ ഞങ്ങൾ നോക്കും അവരെ എണീറ്റോ. അപ്പോൾ എണീറ്റെങ്കിൽ അവർ ജനലിൻ്റെ അവിടെ കൂടെ ഇങ്ങനെ വെളിയിൽ വരിക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പോവും. ഇതിനെന്നറിയാമോ? കൈനീട്ടം വാങ്ങാൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് ചൂടുള്ള ഒരു 2 രൂപയുടെ നോട്ട് നമുക്ക് കൈനീട്ടമായി തന്ന 2 വ്യക്തികളാണ്. ഒരിക്കലും ഒന്ന് പ്രതാപം മാമ, ഈ പ്രതാപം ഉണ്ണി എന്ന് പറയും, ഉണ്ണി എന്നാണ് പുള്ളിയുടെ പേര്. രണ്ടാമത് KSRTC ഡ്രൈവർ അപ്പൻ മാമൻ, അവരൊക്കെ അവിടുത്തെ വലിയ കോടീശ്വരന്മാർ. അവരുണ്ട്. ചൂട് മാറാത്ത 2 രൂപയുടെ നോട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കൈനീട്ടം തരുന്ന അവരാണ്. ആ കാലഘട്ടം അത്രയും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും. അവർ എണീറ്റോ എന്ന് പറഞ്ഞാൽ ജനലിൽ കൂടെ നോക്കി അവരിലപ്പോൾ കണി കാണുന്നത് നമ്മളായിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഓടിപ്പോയാൽ 2 രൂപ കിട്ടിയാൽ മതിയെന്നായിരിക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോകും. പണ്ട് ഇന്നത്തെ പോലെയൊന്നുമല്ല അന്ന്. എല്ലാ വീട്ടിലും 50 പൈസയോ 10 പൈസയോ അങ്ങനെ അന്നൊക്കെ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ പാമ്പിനെ തല്ലിക്കൊന്നതിന് ഈ 100 രൂപ പുള്ളിക്കാരൻ തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് അറിയാം, ഒരു കൗതുകമായി തോന്നി. ഇത്രയും പൈസ തരണം, പിന്നെ പുള്ളിക്കാരന് ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയുണ്ട് പുള്ളിയുടെ ബോഡി, നല്ല ഒത്തൊരു മനുഷ്യൻ. അദ്ദേഹം ഇതിനെ പേടിക്കുന്നു. 2 തമിഴന്മാർ തമിഴ്നാട്ടുകാർ ഇതിനെ പേടിക്കുന്നു. അപ്പോൾ ഇതിനൊന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള 2 വീടുകൾ, 2 നായർ ഫാമിലിയാണ്. ഒന്ന് കേശവൻകുട്ടി മാമൻ്റെ വീട്, ഒന്ന് ഈ പ്രതാപൻ എന്ന് പറഞ്ഞ മാമൻ്റെ വീട്. ഇപ്പോഴാണ് നമ്മൾ മാമാന്ന് അവരെ വിളിക്കുന്നത്, പണ്ട് അങ്ങനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് 1-ാം തീയതി കരവട കുടുംബത്തിലെ കേശവൻകുട്ടി മാമൻ്റെ അവിടുത്തെ വിളക്കാണ്.
ഈ കീഴേട്ടിക്കാവുന്ന അമ്പലത്തിൽ. രണ്ടാം ദിവസം ഈ നമ്മുടെ ഈ എന്താ പറയുക, എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പണയിൽ കുടുംബത്തിൻ്റെ വിളക്കാണ്. അപ്പം ഞങ്ങൾ ഇവർക്ക് ഈ വഴിപാട് കൊണ്ടുപോകണം. ചെമ്പ് പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത്. ചെമ്പ് പാത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് അരിയും ശർക്കരയും അങ്ങനെ സാധനങ്ങളിട്ട് കൊതുമ്പും ചൂട്ടുമൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു പോകണം. അപ്പം ഞങ്ങൾ 5:30 ഇത് അമ്പലത്തിലെത്തിക്കണം. 7:30 വഴിപാട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് വഴിപാടിൻ്റെ പ്രസാദവും കിട്ടും. ഇവിടെ വരുമ്പോൾ നമുക്കവർ എന്താ പറയുക, അന്ന് ഞങ്ങൾക്ക് രാവിലത്തെ പഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ ദിവസം പഴിഞ്ഞായിരിക്കാം, ഇത് നമുക്കൊരു പാത്രത്തിൽ തരും. അത് അന്നത്തെ അറിയില്ല, അന്നത്തെ കാലഘട്ടം ഒരു പാത്രത്തിൽ തരും. എന്നിട്ട് ചിലപ്പോൾ മീനിൻ്റെ ചാറോ എന്തെങ്കിലും. ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വഴിപാടും കൊണ്ട് പോകുന്നത്. ഈ മീനിൻ്റെ ചാറ് സ്വാദോടെ കഴിക്കാൻ വേണ്ടി. അത് പഴിഞ്ഞായിരിക്കാം, അതിലായിരിക്കും തരുന്നത്. അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും 2 ദിവസം. 1-ാം തീയതി എല്ലാ മാസവും ഉണ്ടല്ലോ 1-ാം തീയതി. ഇംഗ്ലീഷല്ല, മലയാളം 1-ാം തീയതി. അതായത് ഇംഗ്ലീഷ് മാസം നടുക്കാട്ട് വരും, മലയാളം 1-ാം തീയതി 2-ാം തീയതി വരുന്നത്. ഇത് ഞാനും എൻ്റെ മൂത്ത ചേട്ടൻ സത്യദേവനും ആണ് ഈ ദിവസം പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ ഫുഡിന് വേണ്ടിയാണ്. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം, നമ്മൾ അതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ വരും. ആ സമയത്തായിരിക്കും നമുക്ക് ഈ ഉണ്ണിമാവൻ്റെ അല്ലെങ്കിൽ ഉണ്ണിയങ്ങന്നിൻ്റെ മകൻ്റെ ട്രൗസറോ ഷർട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒന്നും കാണത്തില്ല. നമുക്കൊന്ന് ഇവിടെ കയറിയതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കയറിയതായിരിക്കാം. ബട്ടണൊന്നും ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ പിടിച്ച് കെട്ടിയിട്ടാണ് സ്കൂളിൽ പോകും. ഇവിടെ എങ്ങും ബട്ടൺ ഉണ്ടാകത്തില്ല. ഈ ബട്ടൺ ഇങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. അത് ഇവരെയൊക്കെ പോലുള്ളവർ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, തന്നത് കൊണ്ടാണ്, നല്ല മനസ്സുകൊണ്ട് വേസ്റ്റ് ആണെങ്കിൽ പോലും തന്നത് കൊണ്ടാണ് നമുക്ക് സ്കൂളിൽ പോകാനുള്ള ദാരിദ്ര്യത്തിൽ നമുക്ക് കഴിയുന്നത്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിന്നെ അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിയും ശങ്കരി വളർന്നു. അപ്പോൾ അമ്മ പുല്ല് പറിക്കാൻ പോയി തുടങ്ങി. ചേട്ടൻ ചിലപ്പോൾ പോവും, ചിലപ്പം മറ്റേ ചേട്ടൻ പോവും. അപ്പോൾ എനിക്ക് തോന്നി എനിക്കും അമ്മയോടൊപ്പം സഞ്ചരിക്കണം. അപ്പോൾ വഴക്കുണ്ടാക്കി അമ്മയോടൊപ്പം വീണ്ടും കൊച്ചു നാളിൽ മുതൽ കപ്പ തോണ്ടി തുടങ്ങിയ കാലം മുതൽ അമ്മയോടൊപ്പം യാത്ര ചെയ്തു. അമ്മ ചിലപ്പോൾ എന്നെ ഒരിടത്ത് ഇരുത്തിയിട്ടായിരിക്കും അവിടെ പോയി പുല്ല് പറയും. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ അഴിഞ്ഞു പോകാറുണ്ട്. ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല, അതങ്ങ് പോവും. കീരിയും പാമ്പും തമ്മിൽ ഫൈറ്റ് ചെയ്തത് അന്ന് കീരിയും പാമ്പും തമ്മിൽ ഫൈറ്റാണെന്ന് എനിക്കറിയില്ല. ഒരു ബോധമില്ലാത്ത കാരണം, കൊച്ചല്ലേ, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് രണ്ട് പാമ്പുകളും ഇങ്ങനെ ചുറ്റി പെനയുന്നത് എനിക്ക് കാണാൻ പറ്റി. അപ്പോഴും എനിക്കറിയില്ല ഇതെന്താണ്, ഇത് എനർജിയാണൽ പ്രക്രിയയാണ്, ഞാൻ കുഞ്ഞാണ്, എനിക്കറിയാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ആയപ്പം എന്നെ ഈ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് എടുത്തിങ്ങനെ അമ്മ എന്നെ മാറോട് ചേർത്ത് വെച്ചിട്ട് ഒളിച്ചു പോകും, ഇതിനെ കാണാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഒരു ചെറിയ അറിവ് വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതിനെ ഒന്ന് പഠിക്കണം. ഇത്രയും ആൾക്കാർ ഭയപ്പെടുന്ന, എല്ലാവരും നമ്മളിതിനെ പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പേടിച്ച് ഓടിപ്പോകുന്നൊരു സാധനം എന്താണെന്ന് പഠിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക, കടി കിട്ടുന്ന രീതിയിലേക്ക് ഒന്നിനെ പിടികൂടുന്നത്. ഈ കടി കിട്ടുന്നത് എന്നെ വിളിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ ഒരു 100 മീറ്റർ താഴെയുള്ള, ഞാൻ പറഞ്ഞ കിണറ്റിൽ നിന്ന് ആദ്യം ചേര അതിഥികൾ എടുത്തതിൻ്റെ തൊട്ടടുത്തുള്ള ലളിത എന്ന് പറഞ്ഞൊരു അമ്മ. അമ്മയുടെ 2 മക്കളും എൻ്റെ മൂത്ത മോൻ എൻ്റെ പഠിച്ചാണ്, രാജു എന്നാണ്, പട്ടാളത്തുകാരനായിരുന്നു, റിട്ടയർഡായി. അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ റോഡിൽ ഹോം ഗാർഡായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ച്, ഞാനന്ന് എൻ്റെ വീടിൻ്റെ താഴെയുള്ള ബെന്തിക്കോസിൻ്റെ പാസ്റ്ററായ ഒരു സാറിൻ്റെ വീട്ടിൽ പണിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ അമ്മ വിളിക്കുന്നു, പാമ്പ് കണ്ടെന്ന് വിളിക്കുന്നു. ഞാനത് പാമ്പിനെ പിടിക്കുന്ന എല്ലാവർക്കും അറിയാം, പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്ത കാലം. അപ്പോൾ ഓടി വന്നു. ഞാൻ ഈ പാമ്പിനെ പിടിച്ച് 9:30 പിടിച്ചു. അതും കൊണ്ട് എൻ്റെ അനിയത്തെ കാണിക്കുക, ഞാൻ എന്തോ ചെയ്ത് കണക്ക് എൻ്റെ അനിയത്തെ കാണിക്കാൻ ഇങ്ങനെ നടന്നു വരുന്നു. എൻ്റെ വീട്ടിൽ 100 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ എൻ്റെ പോസ്റ്റ്മാൻ, ഇന്നത്തെ ആൾക്കാർക്ക് പോസ്റ്റ്മാനെ അറിയാമെന്ന് എനിക്കറിയില്ല, ലെറ്ററൊക്കെ കൊണ്ടു കൊടുക്കുന്ന ആൾ, ചെക്കാലമുക്കിലുള്ള ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടുവന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കടി കിട്ടി. ഇങ്ങനെ കടിച്ച് പിടിച്ചോണ്ട് ഞാൻ ഈ കൈ കൊണ്ട് ഈ തല ഇങ്ങനെ എന്നെ പിടിച്ചു. അപ്പോൾ ഈ പല്ല് ഇതിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് 100 മീറ്റർ നടന്ന് എൻ്റെ വീട്ടിൽ വന്നു. അനിയത്തെ കാണിച്ചു. ഞാൻ മക്കളെ എന്നെ കടിച്ചടി എന്ന് പറഞ്ഞിട്ട് അവളെ മുന്നിൽ വെച്ച് കടിച്ചിങ്ങനെ ബ്ലഡ് കടിച്ചെടുത്തിട്ട് കുപ്പിക്കകത്തിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി, അതിൽ ഹോളിട്ട് വെച്ചിട്ട് ജോലിക്ക് പോയിട്ട് 10:30 ഞാൻ വീണ്ടും മേശിരി പണി തുടങ്ങി. 2 മണിയായപ്പോൾ, ഉച്ചയ്ക്ക് 2 ഞാൻ അപ്പോഴൊന്നും സമയത്തിന് ആഹാരം കഴിക്കില്ല. അപ്പോൾ ഞാൻ 2 മണിയായപ്പോൾ ഉണ്ണാനായിട്ട് എല്ലാവരും പോയിട്ട് വന്നു തുടങ്ങി. അപ്പോൾ എപ്പോഴും ഞാൻ പണിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. എന്നെ കാണാനായിട്ട് 2 വരുന്നു. പഴയ ലാംബട്ര സ്കൂട്ടറിലാണ്. ഒരു കണ്ണൻ എന്നൊരാളായിരുന്നു. അദ്ദേഹം ഒരു ഐവറി പണിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഞങ്ങൾ കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മരണപ്പെട്ടു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ കണ്ണൻ ചേട്ടൻ പറഞ്ഞു, സുരേഷേ ഇല്ല, അന്ന് എൻ്റെ ചേട്ടനും കൂടെ എന്നോട് പണിക്കുണ്ട്, സത്യദേവൻ.
അപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഈ കടി കിട്ടിയുണ്ട് മൂർക്കനാണ് ഞാൻ എൻ്റെ കുപ്പിയിലുണ്ടത്. അപ്പോൾ ഞാൻ ശരിയായിട്ടാ പോകാമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ പോയി പാമ്പിനെ എടുത്തു. ഈ ലാംബട്ട സ്കൂട്ടറിൽ ത്രിബിൾസ് അടിച്ചു. അന്ന് നമുക്ക് ഹെൽമറ്റ് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ത്രിബിൾസ് ഞാൻ ഏറ്റവും ബാക്കിൽ എൻ്റെ ഈ കയ്യിൽ പാമ്പിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, ഈ കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. സ്കൂട്ടറിൽ പോകുന്നു, നേരെ നമ്മൾ മെഡിക്കൽ കോളേജ് ചെല്ലുന്നു. കാഷ്വാലിറ്റി, അന്നത്തെ കാഷ്വാലിറ്റി എനിക്ക് ആ റോഡ് സൈഡിലാണ്, മെയിൻ റോഡിൻ്റെ സൈഡിലാണ് കാഷ്വാലിറ്റി. ചെന്ന് കയറുന്നു. അന്നത്തെ HOD മുരുകേഷൻ സാറായിരുന്നു. മുരുകേഷൻ സാറ് വന്ന് നോക്കി, എല്ലാം അഡ്മിറ്റാക്കി, പെട്ടെന്ന് ഒരു 6 മണിയോട് 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്ന് ശ്വാസം മുട്ടൽ കൂടി, പെട്ടെന്ന് കാഴ്ചയങ്ങ് മങ്ങി. ഞാൻ നേരെ ICUയിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരുടെയും പറഞ്ഞു മരിച്ചു പോവും, രക്ഷയില്ല എന്ന് പറഞ്ഞു. രക്ഷയില്ല. അന്ന് എനിക്ക് ആദ്യത്തെ കടിയാണ്. ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് രക്ഷയില്ല. കണ്ണൊക്കെ നല്ല വെള്ളമായിരുന്ന കണ്ണൊക്കെ പെട്ടെന്ന് ചുമന്നു. പിന്നെ പ്രവർത്തനമൊന്നുമില്ലാതെ, തലച്ചോറിൻ്റെ പ്രവർത്തനം ഇല്ലാതായി, ശ്വാസം പൂർണ്ണമായിട്ട് നിന്ന അവസ്ഥയിൽ. അപ്പോൾ മരിച്ചു എന്ന് തന്നെ അവർ ഇനി രക്ഷപ്പെടാൻ സാധ്യത പോലും ഇല്ല എന്ന്. അങ്ങനെ ആദ്യത്തെ ദിവസം തട്ടി നീക്കി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ ദിവസം തള്ളി നീക്കി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മൂന്നാമത്തെ ദിവസം തള്ളി നീക്കി 4ഉം 5ഉം ദിവസം കഴിഞ്ഞു. 6ാം ദിവസമായപ്പം ഒരു ചെറിയ മാറ്റം ഉണ്ടായി. 7ൻ്റെ അന്നായപ്പോൾ പൂർണ്ണമായിട്ട് മാറ്റമുണ്ടായി. പക്ഷേ അതിനോടത് ഈ 3ാം ദിവസം ആയപ്പോഴാണ് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായ അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി നടക്കുന്ന ദിവസമാണ്. അപ്പം വെളിയിലെല്ലാവരും അറിഞ്ഞു ഞാൻ മരിച്ചു. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ അഷ്ടമി രോഹിണി പരിപാടിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവിടുത്തെ മുതിർന്ന ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് റീത്തും വാങ്ങി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ബോഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവർ കുറേ നേരം വെളിയിൽ നിന്നു. അനക്കമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് ചിരിയും ബഹളമൊക്കെ കേൾക്കുന്നു. അങ്ങനെ അവർ വീട്ടിലോട്ടൊന്ന് ചോദിച്ചത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടിട്ട് കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ആദ്യത്തെ കടി. അതാണ് ഈ കടി, ഈ കാണുന്നത്. എൻ്റെ അനിയത്തിയെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ അനിയത്തി എനിക്കൊരു ഏറ്റവും വലിയൊരു പ്രിയപ്പെട്ട, എനിക്ക് എൻ്റെ ഏറ്റവും ഒരു വികാരമാണ് എൻ്റെ അനിയത്തി. ഏറ്റവും വലിയ കാരണം വെച്ചാൽ ഞങ്ങളത്ര കൂട്ടാന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, അത്രയ്ക്ക് നല്ല ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ഒരുമിച്ചാണ്. എന്നെ പിടിച്ച് കുനിച്ചെടുത്ത് ഇടിക്കും, എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ തലയിൽ 9ാമത്തെ വയസ്സിൽ ഇത്രയും സ്റ്റിച്ച് ഇടുന്നത്. എൻ്റെ അനിയത്തി ഞങ്ങളുടെ പോലീസുകളിലും കളിച്ചാണ് ഇത്രയും ഇങ്ങനെ എപ്പോഴും ഞാൻ കള്ളനാണ്, അവൾ പോലീസാണ്. അപ്പോൾ എന്നെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ കറങ്ങി ഓടി നമ്മുടെ റോഡിൽ നിൽക്കുന്ന കോൺക്രീറ്റ്, പഴയ ഇലക്ട്രിസിറ്റിയുടെ കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ വക്കിൽ തട്ടിയിട്ട്, അതൊരു ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. അന്ന് നമ്മുടെ എനിക്ക് വന്ന് മൺമുള കോൺവെൻറ്റിൽ നിന്ന് അമ്മയ്ക്ക് എന്തോ ചെറിയ സാമ്പത്തികം എന്തോ കൊടുത്ത സമയത്ത് അമ്മ ചാലയിൽ പോയി, തിരുവനന്തപുരത്ത് മാർക്കറ്റിൽ പോയി, പിറ്റേന്ന് ക്രിസ്മസിന് വേണ്ടുന്ന എന്തൊക്കെയോ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് എൻ്റെ വേണ്ട. അന്ന് ഞങ്ങൾക്ക് 2-3 ബസ് വന്നിട്ട് ആക്കുളം ശ്രീകാര്യം വഴിയുള്ളൂ. അമ്മ ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഞാൻ തല പൊട്ടി റോഡിൽ ഇങ്ങനെ എൻ്റെ ചേട്ടന്മാർ റോഡിൽ പോയ ആൾക്കാരൊക്കെ എന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നു. പിന്നെ ഉടനെ നിലവിളിച്ചുകൊണ്ട് മെഡിക്കലിൽ കൊണ്ടുവന്ന് അന്ന് ഇത്തിരി സ്റ്റിച്ചിടുന്നു, വന്ന് കിടക്കുന്നു. അതിലൂടെ അനിയത്തിക്ക് വലിയ സങ്കടമായി. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചത്. അനിയത്തിക്ക് അന്ന് എനിക്ക് തോന്നുന്നൊരു 7 വയസ്സ് പ്രായം വരും. ഞങ്ങൾക്ക് കിണറാണ്, അറിയാലോ, ദാരിദ്ര്യം പിടിച്ച കാലഘട്ടം. അന്ന് കിണർ വൃത്തിയാക്കാൻ പോലും ആളില്ലാത്തൊരു കാലഘട്ടം. ഈ പയ്യ ഉണ്ടെങ്കിലും പയ്യന് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. അന്ന് ഈ മണ്ണ് വെച്ചുണ്ടാക്കിയ പാതകമാണ് കിണറ്റില്ല. അപ്പോൾ അനിയത്തി രാവിലെ പല്ല് തേക്കാനായിട്ട് കിണറ്റടിച്ച് ചെന്നപ്പോൾ പല്ല് തേക്കാൻ ഉമ്മിക്കരി, അന്ന് കരി നമ്മുടെ നെല്ല് വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ തൊലിയാണ് നമ്മൾ കരിച്ച് ഉമ്മിക്കരിയായിട്ട് പല്ല് തേക്കുന്നത്. അപ്പോൾ അതും എടുത്തുകൊണ്ട് ഇവൾ നനയ്ക്കാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ വെള്ളമില്ല. ഇവിടെ നിന്ന് നേരെ കിണറ്റിനോട് ചെന്നിട്ട് ഈ തൊട്ടി എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. പക്ഷേ ഇവളെ കാലിൽ തൊട്ടിയുടെ കയർ പോലെ ഉടക്കി കിടന്ന് ഇവൾ നേരെ കിണറ്റിലേക്ക് അങ്ങ് പോയി. ഞങ്ങളെല്ലാവരും നോക്കി, ഇവൾ വെളിയിറങ്ങി കാണുന്നില്ല. നമ്മളെല്ലാവരും നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. നോക്കിയപ്പോൾ നേരെ എൻ്റെ ഈ അപകടം കഴിഞ്ഞിട്ട് 1 മാസമോ 2 മാസമോ അതിന് ഇവൾ കിണറ്റിലേക്ക് വീഴുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ കരഞ്ഞ് ഭയങ്കര നിലവിളിയും കൂട്ടവിളിയൊക്കെ. തൊട്ടടുത്തുള്ള കാപ്പിത്തലേനെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, കാപ്പിത്തലൻ. പുള്ളി മരിച്ചുപോയി. അത് പുള്ളിയുടെ തലയിൽ ചെറുപ്പത്തിൽ കാപ്പി വീണ്ട്, പുള്ളിക്ക് തലമുടിയൊന്നുമില്ല, ചെറുപ്പത്തിൽ വീണതാണ്. വയസ്സായിട്ടെങ്കിൽ തലമുടി ഇതെല്ലാം തലയൊട്ടിയില്ല. നമുക്ക് ഇതൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഇദ്ദേഹം നമ്മളൊക്കെ പേടിപ്പിക്കാനൊക്കെ വരുന്ന ആൾ, കണ്ണുരുട്ടി പേടിപ്പിക്കാൻ. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി അവളെ രക്ഷിച്ചു. നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങൾ ഇപ്പം ഈ അടുത്ത കാലം വരെ ഞങ്ങൾ ആ ഒരു നല്ല കൂട്ടാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ അവളോട് പറയും, അവളെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും. അന്ന് നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നതെല്ലാം ഞാനും എൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ കുഞ്ഞ് ചിരട്ടയിൽ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നതും, മാവ് എണ്ണയപ്പം ഇത് ചുടുന്നതും, മാവ് ഇലയപ്പം ചുടുന്നതും ഒക്കെ ഞങ്ങൾ ഈ മണ്ണ് വെച്ച് ഞങ്ങൾ രണ്ടുപേരാണ് കൂടി. ഞങ്ങൾക്ക് അയലോക്കായിട്ടൊന്നും ഒരു ബന്ധമില്ല. കാരണം അയലോക്കത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ സാധാരണക്കാരായിട്ട്. ബാക്കിയുള്ള എല്ലാവരും
കോടീശ്വരന്മാരാണ്. നമ്മൾ സത്യം പറഞ്ഞത് പറയാൻ പാടില്ല, എന്നാലും പറയാണ്. നമുക്കൊന്നും ആരും എന്താ പറയുക, കണ്ടത്തെ കാലം അറിയാമല്ലോ, വീട്ടിൽ നല്ല പാത്രത്തിൽ ഭക്ഷണം തരാറില്ല. നല്ല പാത്രത്തിലൊന്നും ഒന്നില്ലേ നമ്മൾ പോയി ഇല എടുത്തുകൊണ്ട് വരണം. നമ്മൾ അടുത്ത വാഴ ഇലയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ഭക്ഷണം, ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തന്നാൽ തന്നെ നമ്മൾ നമ്മുടെ ഇലയിൽ നമ്മുടെ ഇലയിലോ നമ്മുടെ കയ്യിലോ ഒക്കെ തൊടാതെയാണ് നമുക്ക് ഫുഡ് തരുന്നത്. പലരും ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതാണ്, അതൊരു കാലഘട്ടമാണ്. ആ ഒരു കാലമൊക്കെ മാറി. പിന്നെ പണിക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ തുടങ്ങി. വീട്ടിലെ പ്രശ്നങ്ങളായി. അനിയത്തി ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ തുടങ്ങി. ചേട്ടന്മാർ പഠിക്കുന്നു. മൂത്ത ചേട്ടൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. മറ്റേ ചേട്ടന് 10ാം ക്ലാസ്സോ മറ്റേ ചേട്ടനും പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ മറ്റേ ചേട്ടനും പഠിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റിയ പണിയെന്ന് ജോലിയാണ്, അല്ലെങ്കിൽ മേശരി പണിയാണ് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ടായി. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാൻ തുടങ്ങിയില്ല, ആരോടും ചോദിക്കാനൊന്നും പോയില്ല. ഫുൾ ടൈം മേശരി പണി അങ്ങ് മനസ്സിലേക്ക് ഉറപ്പിച്ചു. എനിക്കിനി ഇത് മതി എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ തട്ടിമുട്ടി പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാമ്പിൻ്റെ എണ്ണം, കോളുകളല്ല, ആളുകൾ വന്ന് വിളിക്കുക. അന്ന് മൊബൈലുകളില്ല, വന്ന് വിളിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞയച്ച് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ആ മേഖലയിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് എൻ്റെ മനസ്സർപ്പിക്കുന്ന സമയത്താണ് ഞാൻ ഈ 1-ാം തീയതി 2-ാം തീയതി ഈ അമ്പലത്തിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ തൊഴാനൊന്നും അല്ല പോകുന്നത്, പ്രാർത്ഥിക്കാനൊന്നുമല്ല പോകുന്നത്, ഈ ആഹാരത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു മൂലയ്ക്ക് ഒരാളിങ്ങനെ ഇരിക്കുന്നു, പത്തി ഇവിടുത്തെ ഒരാളിങ്ങനെ ഇരിക്കുന്നു, പോറ്റി ഒരാൾ ചെന്നിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എനിക്കറിയില്ല എന്താണെന്നുള്ളത്, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ അന്ന് കണ്ട ആൾ, ഇങ്ങനെ പത്തിയുള്ള ആൾ, ഇവിടെയും പത്തിയുള്ള ആളിരിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇതിലെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണം എൻ്റെ ചെറുപ്പം മുതലേ. അങ്ങനെ അന്വേഷിച്ച് പോയ യാത്രയാണ് പാമ്പിനോടുള്ള ഒരു പ്രണയമായി മാറിയത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, പറയട്ടെ എന്ന് വെച്ചു. ഞാൻ പറയാം. ഒരു 10,000 അന്ന് എനിക്ക് 1000 രൂപ എൻ്റെ വീടൊന്നും ഓല കെട്ടിയില്ല. എൻ്റെ അമ്മ സത്യമായി എനിക്ക് ആരെങ്കിലും വിഷമമുണ്ട്. വീട് ഓലക്കെട്ടായിരിക്കുമ്പോൾ എൻ്റെ വീട് നന്നായിട്ട് ചോരും മഴ പെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഈ മൂലകൾ മാത്രം ചോരില്ല, വീട്ടിൻ്റെ മൂലകൾ മാത്രം ചോരുകയില്ല. അപ്പോൾ അമ്മ ഒരു മൂലയിൽ പോയിരിക്കും, അനിയത്തി വേറൊരു മൂലയിൽ പോയിരിക്കും, ചേട്ടന്മാർ ഒരു മൂലയിൽ പോയിട്ട് എന്നിട്ട് തലയിൽ കൂടെ ചാക്കോ എന്തെങ്കിലും ഇട്ടിരിക്കുക മഴയത്ത് ഇങ്ങനെ. എനിക്കിന്നും അത് ഓർമ്മയുണ്ട്. എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അവർക്ക് നല്ല വീട് വെച്ച് കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ചാക്കിങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കും ഭാഗത്ത്, എന്ന് വെച്ചാൽ നനയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ഓല കെട്ടാനുള്ള പൈസ കിട്ടും, ഒരു പണിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു, പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞു ഒരാളിനെ തല്ലണമെന്ന് പറഞ്ഞു.